ഈ വീടിന് ഓൾമോസ്റ്റ് 1.5 കോടി രൂപയായി എല്ലാം കൂടെ. അതിൽ 1 കോടിയിലധികം രൂപയും 20 പവന് സ്വർണ്ണ കുറയിലുണ്ട്. ഇവര് വീട്ടുകാരുടെ കല്യാണം നടത്തിച്ച് ആ ആഴ്ച തന്നെ ഇവിടെ വീടിന് കല്ലിടിപ്പിച്ച് അവര് ഈ കല്യാണം നടത്തിയതിന്റെ കയ്യിൽ പൈസ എല്ലാം എടുക്കാനുള്ള തന്ത്രമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവും. എനിക്കറിയില്ല. ഗൾഫിൽ 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള ഭാര്യ, 50,000 രൂപ മാത്രം ശമ്പളമുള്ള ഭർത്താവ്. ഭാര്യയുടെ ശമ്പളവും മറ്റു സമ്പാദ്യങ്ങളും എല്ലാം ഉപയോഗിച്ച് ഭർത്താവും വീട്ടുകാരും നാട്ടിൽ 2 നല്ല വീട് പണിയുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും തട്ടിപ്പ് നടത്തിയതിന് ഭർത്താവിനെ അവിടെ നിന്നും പുറത്താക്കുന്നു. അയാൾ നാട്ടിലേക്ക് വരുന്നു. ഭാര്യയുമായി കോണ്ടാക്ട് കുറയുന്നു. ഒടുവിൽ ഭർത്താവിനെ കാണാൻ വേണ്ടി ഭാര്യ നാട്ടിലേക്ക് വരുന്നു. പക്ഷെ അയാൾ ഭാര്യയെ കാണാതെ മുങ്ങുകയാണ് ചെയ്തത്. സ്വന്തം സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ പോലും ആ പെൺകുട്ടിക്ക് പ്രവേശനം ലഭിച്ചില്ല. കൊല്ലം ജില്ലയിലാണ് സംഭവം നടക്കുന്നത്. പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള അനുവും കൊല്ലം സ്വദേശിയായിട്ടുള്ള സംഗീതും തമ്മിൽ 2013 ഗൾഫിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. പിന്നീട് അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ലിവിംഗ് ടുഗദർ തുടങ്ങുകയും ചെയ്തു. 4 വർഷത്തോളം ഗൾഫിൽ ഒരുമിച്ച് താമസിച്ചു. അതിനിടയിൽ നാട്ടിലേക്ക് ലീവിന് വന്ന സംഗീതിന് വീട്ടുകാർ കല്യാണം ആലോചിക്കാൻ തുടങ്ങി. ഒരു പെണ്ണ് കണ്ട് ഏകദേശം ഉറപ്പിക്കുകയും ചെയ്തു. കല്യാണ നിശ്ചയവും നടന്നു. എന്നാൽ അനു ഇത് അറിയുകയും പെട്ടെന്ന് തന്നെ സംഗീതത്തിന്റെ നാട്ടിലേക്ക് വരികയും ചെയ്തു. പിന്നീട് എന്താണ് നടന്നതെന്ന് അനു തന്നെ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. ഞാൻ 2013 തൊട്ട് 2016 വരെ ഈ സംഗീതമായിട്ടുള്ള ലിവിംഗ് ടുഗദറായിട്ട് താമസിക്കായിരുന്നു. അതായത് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു. ആ സെന്റിമെന്റ്സ് കണ്ടിട്ട് പുള്ളി തന്നെ എനിക്ക് തന്നെ ഇഷ്ടമാണ്, നമുക്ക് ഒരുമിച്ച് താമസിക്കാമെന്ന് പറഞ്ഞു. അവിടെ അങ്ങനെ കുഴപ്പമില്ല. ഞാൻ അവിടെ താമസിച്ചു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2016 അയാൾ ഇവിടെ വെക്കേഷൻ വന്നു വേറൊരു പെണ്ണുമായിട്ട് കല്യാണം നിശ്ചയിച്ചു. ആ നിശ്ചയത്തിന്റെ ഫോട്ടോസ് എല്ലാം എനിക്ക് വേറെ കുറെ പേര് അയച്ചു തന്നു. അങ്ങനെയാണ് ഇയാൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. അതുവരെ ഈ 3 വർഷം കൊണ്ട് അയാൾ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം സമ്പാദിച്ച് ഇവിടെ കാർ വാങ്ങിച്ചു. അയാൾ വേറെ വീട്ടിൽ വരുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളെന്നെ ചീറ്റ് ചെയ്യാനാണെങ്കിൽ എന്തിനാ ചെയ്തതില്ലെന്ന് ചോദിച്ചു. മാമനെ ഇവരെ അറിയിച്ചു. അങ്ങനെ മാമൻ പറഞ്ഞു ഓക്കെ, ഞാൻ അവളെ തന്നെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയോട് ഞാൻ നിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്ക് നല്ല സാലറി ഉണ്ടെന്ന് പറഞ്ഞു, എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു. അമ്മ സമ്മതിച്ചു, കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വീണ്ടും 2016 തിരിച്ചു വന്ന് 2018 ഇവർ വീട്ടുകാരുടെ കല്യാണം നടത്തിച്ച് ആ ആഴ്ച തന്നെ ഇവിടെ വീടിന് കല്ലിടിപ്പിച്ച് അവര് ഈ കല്യാണം നടത്തിയതിന്റെ കയ്യിൽ പൈസ എല്ലാം എടുക്കാനുള്ള തന്ത്രമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവും. എനിക്കറിയില്ലായിരുന്നു. ഇത് ആദ്യമേ മനസ്സിലാക്കേണ്ടതായിരുന്നു. അനുവിന്റെ കയ്യിലുള്ള പണം കണ്ട് മാത്രമാണ് സംഗീതിന്റെ വീട്ടിലുള്ളവർ കല്യാണം നടത്താൻ തയ്യാറായത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സംഗീതിനും അനുവിന്റെ പണം തന്നെയാണ് മുഖ്യം എന്നുള്ളത് ഇവിടെ ക്ലിയർ ആണല്ലോ. കാരണം ഗൾഫിൽ വെച്ച് ലിവിംഗ് ടുഗദർ ആയിരുന്ന സമയത്ത് ഇയാൾ അനുവിന്റെ മാക്സിമം ഊറ്റി. അനുവിന്റെ പൈസ ഉപയോഗിച്ച് നാട്ടിലെ കാറ് വരെ വാങ്ങി. എന്നിട്ട് നാട്ടിൽ പോയ സമയത്ത് വേറെ പെണ്ണ് കണ്ട് കല്യാണ നിശ്ചയം വരെ നടന്നു. സംഗീതിന് അനുവിന്റെ പണത്തോടായിരുന്നു ഇഷ്ടം എന്നുള്ളത് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് തന്നെ ക്ലിയർ അല്ലേ. പിന്നെ അനുവുമായിട്ടുള്ള കല്യാണത്തിന് സംഗീത വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് തന്നെ അനുവിന്റെ കയ്യിലുള്ള പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ്. അവളെ കെട്ടിക്കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നവും തീരുമെന്നാണ് സംഗീത അമ്മയോട് പറഞ്ഞത്. അങ്ങനെയാണ് അമ്മ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നത്. എല്ലാം അനുവിന്റെ പണത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്ന് അനു നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഗൾഫിൽ അത്രയും കാലം ഒരുമിച്ച് ജീവിക്കുകയും പല കാര്യങ്ങൾക്കും തന്റെ പണം ഉപയോഗിക്കുകയും ചെയ്ത ഒരാൾ നാട്ടിൽ വന്നൊരു വാക്ക് പോലും പറയാതെ കല്യാണ നിശ്ചയം നടത്തിയെങ്കിൽ അയാളെ പിന്നീട് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ഇനി പലതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെ. എന്തായാലും ബാക്കിയോട് കണ്ടുനോക്കാം. എന്റെ സമ്പാദ്യവും ക്രെഡിറ്റ് കാർഡിലെ ലോണും അല്ലാത്ത ലോണും എല്ലാം എടുത്ത് ഞാൻ ഇന്നും ഗവൺമെന്റിന് കണക്കാരി എല്ലാം എടുത്ത് ഞാൻ ഇവിടെ വെക്കാൻ കൊടുത്തു. എൻ്റെ കാർഡും ക്രെഡിറ്റ് കാർഡും എല്ലാം യൂസ് ചെയ്തതിൻ്റെ ഹസ്ബൻഡാണ്. പുള്ളിക്കാരൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആൾക്ക് 2200 ദിവസം സാലറി. ഞാനൊരു കമ്പനിയിലെ അക്കൗണ്ടന്റ്. എനിക്ക് 7500 ദിവസം സാലറി ഉണ്ട്. എൻ്റെ എല്ലാ സോഴ്സ് ഉപയോഗിച്ച് എല്ലാ പണവും പിൻവലിച്ച് കാർഡ് അയാളുടെ കയ്യിലായിരുന്നു, ക്രെഡിറ്റ് കാർഡ്. എല്ലാ സോഴ്സ് ഉപയോഗിച്ച് എൻ്റെ പൈസ മൊത്തം വലിച്ച് അയാൾ അവരുടെ കമ്പനി ഒരു കള്ളം ചെയ്തു. 35,000 ദിവസത്തിൻ്റെ ഒരു കള്ളം. ആ കമ്പനി പിടിച്ച് അയാളെ റിപ്പോർട്ട് ചെയ്ത് വിട്ടു. അതിനുശേഷം അയാൾ വന്നിട്ടില്ല. ഇവിടെ തന്നെ നിൽക്കും. 2 വർഷമായിട്ട് അയാൾ ഇവിടെ തന്നെയുള്ളൂ. ഈ 2 വർഷം കൊണ്ട് ഞാൻ 2 സ്ഥലത്തായപ്പം ട്രാൻസാക്ഷൻസ് എല്ലാം ലീഗലി ഞാൻ ഓൺലൈൻ കൊടുക്കുന്ന രീതിയിലുണ്ട്. അതിന് മുന്നേ എൻ്റെ കാർഡും എൻ്റെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും എല്ലാം കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി അയാൾ. ഇന്ന് ഞാൻ ഒന്നുമില്ലാതെ നിൽക്കുന്നത്. കഴിഞ്ഞ 18-ാം തീയതി രാവിലെ വന്നതാണ് ഞാൻ. ഇദ്ദേഹം കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായിരുന്നു. വീട്ടിലെന്തോ പേപ്പർ വന്നതെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞാൽ ഞാൻ വന്നതാണ്. ഇവിടെ വന്നപ്പം വന്നില്ലെന്ന് അയാൾ ഇവിടെയുണ്ട്. വീട്ടുകാർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ആരെയോ ഒരു നമ്പർ കൊടുത്തിട്ട് ആളെ ഇവിടുന്ന് മാറ്റിയിരിക്കുക. ഇതുവരെയായിട്ട് ഈ 11 ദിവസമായിട്ട് ഞാൻ വീട്ടിനകത്ത് കയറിയിട്ടില്ല. എനിക്ക് വേറെ പോകാനിടയില്ല. എനിക്ക് വീടോ വേറെ ഒന്നുമില്ല. ഈ 2013 തൊട്ട് 2025 വരെ സമ്പാദിച്ചത് അറിയില്ല.
എനിക്ക് പോകാൻ വേറെ വഴിയില്ല. വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കി ഒരു വീട് വെച്ചിട്ട് ആ വീട്ടിൽ കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതും ഒരു വീടല്ല, 2 വീടുകളാണ് അനുവിന്റെ പണം ഉപയോഗിച്ച് സംഗീതിന്റെ വീട്ടുകാരുണ്ടാക്കിയത്. ഡിവേഴ്സായി വീട്ടിലിരിക്കുന്ന സംഗീതിന്റെ പെങ്ങൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കണമെന്നുള്ളത് അനുവിന്റെ ഐഡിയ ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം. ഏകദേശം 1.5 കോടി ചെലവിട്ടാണ് കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്ന 2 വീടുകൾ അനു ഉണ്ടാക്കിയത്. ഭാവിയിൽ ആ വീട്ടിലേക്ക് കയറാനാവാതെ അതിന്റെ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കേണ്ട ഗതികേട് തനിക്ക് വരുമെന്ന് അനു സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം മുഴുവനും ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അതിപ്പോ സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ആ സമയത്ത് സ്നേഹത്തിന് പുറത്ത് നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാകും. പക്ഷെ ബന്ധങ്ങളാണ്, എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. അതോടെ നമ്മൾ അത്രയും കാലം സ്നേഹിച്ചതും ചെലവാക്കിയതും ഒന്നും ആരും വകവെക്കില്ല എന്ന് കരുതി ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി പണം ചെലവാക്കരുത് എന്നല്ല. അഥവാ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ താൻ കുടുങ്ങാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ അനുണ്ടാക്കിയ വീട് തന്നെ നോക്കൂ. ആ വീട് അനുവിന്റെ പേരിലാണോ എന്ന് അറിയില്ല. പക്ഷെ അനുവിന്റെ പേരിലായിരുന്നെങ്കിൽ ഇവൾക്ക് ഇങ്ങനെ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കേണ്ട ഗതി വരുമായിരുന്നു? ഒരിക്കലും ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞാൻ അനുവിനെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഒരു പോസിബിലിറ്റി പറഞ്ഞതേ ഉള്ളൂ. അനുവിന്റെ കാര്യത്തിൽ ഇനിയിപ്പോ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാം. പക്ഷെ ഇനിയെങ്കിലും ഇതുപോലുള്ള കെണിയിൽ പെടാൻ പോകുന്ന ആളുകൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അനു പറഞ്ഞ കാര്യങ്ങൾ വെച്ച് മാത്രമാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. അനു പറഞ്ഞതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും സത്യങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഗീതവും കുടുംബവും അവരുടെ ഭാഗം പറഞ്ഞ് രംഗത്ത് വരുമെന്നുള്ളത് ഉറപ്പാണ്. സോ ആ കാര്യം കൂടെ എല്ലാവരും മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും. എന്തായാലും അനുവിന് പറയാനുള്ള ബാക്കി കൂടി കേട്ടോക്കാം. എനിക്ക് ഹസ്ബൻഡിനെ കണ്ടാൽ മതി, എനിക്ക് വേറെ ഒന്നുമില്ല. വീട്ടുകാർ മാറ്റി വെച്ചിരിക്കുക. ഈ 2 വീടുകളും വെച്ചതിന്റെ 99% ഞങ്ങളുടെ പൈസ ഇത് ഞങ്ങൾക്കും അത് പെങ്ങൾക്ക് വെക്കാൻ കാര്യം ചളന്ന് പിന്നെ ഡിവോഴ്സ് ആയിട്ട് വരും. അപ്പൊ അവളെ കൂടെ സംരക്ഷിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഐഡിയ കഴിഞ്ഞ വീട് വെച്ചത്. ദയവ് ചെയ്തിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എനിക്ക് ആരുമില്ല, എന്റെ അച്ഛനില്ല, എനിക്ക് അമ്മയില്ലാത്തതാ. വിവാഹം കഴിച്ച് വേറെ വീട്ടിലാണ്. പക്ഷെ എന്നാലും അവളിവിടെ വന്ന് നിൽക്കും നമ്മളെ ദ്രോഹിക്കാനായിട്ട്. ഞാൻ ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തതിന് ഹെൽപ്പ് ചെയ്യണം. എന്റെ പൈസ എനിക്ക് തിരിച്ചു തന്നാൽ എനിക്ക് ഭർത്താവിനെ വേണ്ട, ആരെ മരുമോളോ ഉണ്ടായിരുന്നു, എനിക്ക് തിരിച്ചു പോയാൽ മതി. എനിക്ക് എന്റെ പൈസ സിറ്റൗട്ട് ഇന്നലെ എനിക്ക് വയ്യാതെയായി. ഞാൻ 2 അഡ്വക്കേറ്റുമാരെ വിളിച്ച് അവരെ ഈ മെഡിസിനും ഫുഡും ചായയൊക്കെ കഴിച്ചുകൊണ്ടുവന്ന് ഞാൻ ബാക്കിൽ കൊണ്ടുവന്ന് ബാക്കിലാണ് കിടക്കുന്നത്. പോലീസ് സ്റ്റേഷനിലും കൊടുത്ത് 498 ഗാർഹിക പീഡനം എല്ലാം ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒന്നും അറിയത്തില്ല. അത് ഒരു ജാമ്യം ഇല്ലാവാറുണ്ട്. അതിന് അവരെന്തായാലും എന്റെ കാൽക്കൽ വരണം. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞാൻ ഒരു സാധാരണ പെണ്ണ്, എന്നെ കൊണ്ട് പറ്റാവുന്നത്രയും ഫൈറ്റ് ചെയ്തു. വീട് തുറന്നു തരുന്നില്ല, എനിക്ക് കഴിയുന്നില്ല. എനിക്ക് മാനസികമായി ഞാൻ തളർന്നു, ശാരീരികമായി ഞാൻ തളർന്നു. എന്നെ കവളിപ്പിച്ച് എനിക്ക് കല്യാണം കഴിച്ച് എന്നെ സ്വത്തെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുവന്നു. എന്റെ ഹസ്ബൻഡിനെ കാര്യമൊന്നും കണ്ടിട്ട് ചോദിച്ചാൽ മതി. കഴിയുന്നില്ല എനിക്ക്. കഴിഞ്ഞ മാസം 25-ാം തീയതി ഞാൻ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഇയാള് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലേഡിയായിട്ട് ഭയങ്കര ചാറ്റിങ്. ആ ലേഡി പബ്ലിക്കിൽ വന്നിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി, കമന്റ് ഇടാൻ തുടങ്ങി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അശ്ലീല കമന്റുകൾ ഇട്ടപ്പോൾ അത് ഞാൻ ചോദിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ 2 ആളുകളെ സംസാരിക്കാതായത്. ഈ ഒരു ഗ്യാപ്പ് വീട്ടുകാർ മുതലെടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സംഗീത് ഇൻസ്റ്റാഗ്രാം വഴി ഒരു യുവതിയുമായി വഴിവിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതോടെയാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് എന്നാണ് അനു പറയുന്നത്. തനിക്ക് അച്ഛനും അമ്മയും ഇല്ല എന്നും പോകാനൊരിടം ഇല്ല എന്നും അനു പറയുന്നുണ്ട്. എന്തായാലും അനു പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ, ഇച്ചിരെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ സംഗീതിന്റെ വീട്ടുകാർ അനുവിന്റെ പണം തിരിച്ചു കൊടുക്കാൻ തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അനാഥയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ പണം കൊണ്ട് ഇത്രയും കാലം സുഖിച്ച് ജീവിച്ചിട്ട് അവിടെ തന്നെ ചതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്തായാലും അനു പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അനുവിന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് അനുകൂലമായിട്ട് തന്നെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അനുവിന്റെ ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ. അനുവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും ഇടയിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംഗീതം കുടുംബവും അത് തുറന്നു പറഞ്ഞ് രംഗത്ത് വരികയാണെങ്കിൽ തീർച്ചയായും അവരുടെ ഭാഗവും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അൾട്ടിമേറ്റ്ലി ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്നൊക്കെയുള്ളത് കോടതി വഴി തന്നെ തീരുമാനിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.